CPIക്ക് അഭിമാനിക്കാം. എന്താ കാര്യം? അവര് ഇടതു മുന്നണിയിൽ ശക്തമായൊരു വാദം ഉന്നയിച്ചു. ആ വാദം എന്തായിരുന്നു? ADGP അജിത് കുമാറിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന്. പിണറായി വിജയൻ അത് ചെയ്തു. അദ്ദേഹത്തിന് ADGP-യിൽ നിന്ന് DGP ആയി പ്രമോഷൻ കൊടുത്തു. അപ്പൊ ADGP സ്ഥാനത്ത് പിന്നെ അജിത് കുമാർ ഇല്ലല്ലോ. അപ്പൊ CPI പറഞ്ഞ് ജയിച്ചില്ലേ? എന്തിനാണ് CPI ആവശ്യം ശക്തമായി ഉന്നയിച്ചത്? കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായി ADGP അജിത് കുമാർ RSSന്റെ നേതാക്കളെ രാം മാധവനെയും ദത്താത്രേയെയും കണ്ടുവെന്നും അത് രഹസ്യ സന്ദർശനമായിരുന്നുവെന്നും വ്യക്തിപരമാണോ എന്താന്നുള്ളത് അറിയില്ല എന്നും ഈ വിവരങ്ങൾ പിറ്റേ ദിവസം തന്നെ 1.5 വർഷം മുമ്പ് പിണറായി വിജയന്റെ ടേബിളിൽ ഈ വിവരങ്ങൾ വന്നിരുന്നുവെന്നും അയാളോട് ഒരു വാക്ക് പോലും ചോദിച്ചില്ല എന്നും എന്തിനാ താങ്കൾ പോയി എന്ന് ചോദിച്ചില്ല എന്നും ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ വർഷത്തെ തൃശൂർ പൂരം തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യത്തിൽ നിൽക്കുമ്പോൾ തൃശൂർ പൂരം കലക്കിയതിൽ നിർണായക പങ്ക് അജിത് കുമാറിനുണ്ട് എന്ന്. കാരണം പൂരം നടക്കുമ്പോൾ അദ്ദേഹം തൃശൂർ നഗരത്തിലുണ്ട്. ഇത്രയും കുഴപ്പം നടന്നിട്ടും അദ്ദേഹം അങ്ങോട്ട് വന്നില്ല. അദ്ദേഹം രാവിലെ ഗുരുവായൂരപ്പനെ തൊഴാൻ പോയി എന്നാണ് നമ്മളോട് പറഞ്ഞത്. അറിയില്ല, എവിടെയോ പോയി എന്ന് പറഞ്ഞാൽ തൃശൂർ പൂരം പോലെ കേരളം മുഴുവൻ ലോകം മുഴുവൻ ചിന്തിക്കുന്ന നോക്കി നിൽക്കുന്ന ഒരു സംഭവം കലങ്ങിയിട്ട് കലക്കാൻ എല്ലാ ഒരുക്കവും ചെയ്തിട്ട് അജിത് കുമാർ പോയി എന്ന് പറയുന്നത് ഞങ്ങൾ മാത്രമല്ല, ഭരണകക്ഷിയുടെ ഭാഗമായ CPI നേതാക്കളും പ്രത്യേകിച്ച് അവിടുത്തെ സ്ഥാനാർത്ഥിയായിരുന്ന സുനിൽകുമാറാണ്. അങ്ങനെയാണ് സുരേഷ് ഗോപി അവിടെ നിന്ന് പൊക്കെടുത്തത്. സുരേഷ് ഗോപി ജയിക്കുന്നതിന് തൃശൂർ പൂരം ഒരു കാരണമായി എന്ന് എല്ലാവരും ഇപ്പൊ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ആ പൂരത്തിന്റെ അന്വേഷണം എന്തായി നമ്മൾ അന്വേഷിച്ചാൽ ഇപ്പോൾ നമ്മളെവിടെ എത്തില്ല. സുനിൽകുമാർ LDFന്റെ സ്ഥാനാർത്ഥിയായിരുന്ന സുനിൽകുമാർ CPI നേതാവ്, മുൻമന്ത്രി, മുൻ MLA ചോദിച്ചിട്ട് പോലും RT അനുസരിച്ച് അതിന്റെ വിവരങ്ങൾ കൊടുത്തിട്ടില്ല. കേസിന്റെ തരാൻ പറ്റില്ല. എന്താ ഈ തൃശ്ശൂർ പൂരം കലക്കലിന്റെ ഇത്? ഒരാഴ്ചക്കകം റിപ്പോർട്ട് കൊടുക്കണമെന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത്. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ പിന്നെ ഒരാഴ്ച കഴിഞ്ഞു, 1 മാസം കഴിഞ്ഞു, 6 മാസം കഴിഞ്ഞു. ഇപ്പൊ അതിനെപ്പറ്റി ഒരു വർത്തമാനമില്ല, ഒരു സംഗതിയില്ല. സംഗതി ഇല്ലാന്ന് മാത്രമല്ല, അജിത് കുമാറിനെതിരെ ബിനോയ് വിശ്വം പടവാളെടുത്തപ്പോ അജിത് കുമാറിനെ ഒന്ന് ലോ ആൻഡ് ഓർഡറിൽ നിന്ന് മാറ്റി. എന്നിട്ട് എന്താ എവിടെയാക്കി? ലോ ആൻഡ് ഓർഡറിൽ നിന്ന് മാറ്റി വേറെ അതിന് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിലാക്കി. ഇപ്പൊ അദ്ദേഹത്തിനോ DGP ആയി. ഇനി ലോ ആൻഡ് ഓർഡറിന്റെ എല്ലാം കേരളത്തിന് മുഴുവൻ പോലീസിന്റെയും ഉത്തരവും പർവേസ് സാഹിബിന് ശേഷം MR അജിത് കുമാറിന് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ CPIക്ക്, അതാണ് ഞാൻ പറഞ്ഞത്, CPIക്ക് അഭിമാനിക്കാം. പൂരം കലക്കിയവൻ, ദത്താത്രേയെ കണ്ടവർ, അതുപോലെ രാം മാധവനെ കണ്ട ആളുകൾ, മുഖ്യമന്ത്രിയുടെ RSS ബന്ധത്തിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് അജിത് കുമാർ എന്ന കാര്യത്തിൽ ഇനി ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ നമുക്ക് അത് ആ സംശയം തീർക്കേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹത്തിന് പ്രമോഷൻ കൊടുത്തു, അദ്ദേഹത്തിന് കുറ്റം ചെയ്തിട്ടില്ല. അദ്ദേഹം എന്തെങ്കിലും കുറ്റം ചെയ്തതായി മുഖ്യമന്ത്രി കാണുന്നില്ല. ജയരാജൻ പാവം, ജാവ്ദേക്കർ അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്ന് ചായ കുടിച്ചതിന് ജയരാജന്റെ പണി പോയി. ജയരാജന് വലിയ ശിക്ഷയാണ് കൊടുത്തതെന്നാണ് ഗോവിന്ദ മാഷ് കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ പറഞ്ഞത്. ജയരാജനെ ഞങ്ങൾ ശരിക്കും ശിക്ഷിച്ചു, പക്ഷെ ജയരാജനെ ശിക്ഷിച്ചു. പക്ഷേ 2 നേതാക്കന്മാരെ കണ്ട് മുഖ്യമന്ത്രിയുടെ സന്ദേശം കൊടുക്കുകയും പൂരം കലക്കുകയും ചെയ്ത MR അജിത് കുമാറിനെ DGP ആയി പ്രമോഷൻ കൊടുക്കുകയും ചെയ്തു. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം തൃശൂർ പൂരം കലക്കിയതും ഈ അജിത് കുമാറിന്റെ സന്ദർശനവും മുഖ്യമന്ത്രിയുടെ ദൂതുമായിട്ടായിരുന്നു എന്നാണ്. മുഖ്യമന്ത്രിയുടെ അറിവോടെയായിരുന്നു. മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള P ശശിയെ പോലെയുള്ള ആളുകളോ അറിഞ്ഞിട്ട് തന്നെയാണ് MR അജിത് കുമാർ പോയത്. അല്ലെങ്കിൽ ഇപ്പോൾ CPIക്ക് ഇനി നാവുണ്ടോ? CPI ഇനി മന്ത്രിസഭയിൽ ഇരിക്കുന്നതോ CPI ഇടതു മുന്നണിയിൽ ഇരിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അല്ല, അവർക്ക് അർത്ഥമൊന്നുമില്ല. 4 മന്ത്രി സ്ഥാനവും ഒരു ചീഫ് വിപ്പ് സ്ഥാനവും ചില കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനവും ഒക്കെ കിട്ടും. അത് ഇനി 1.5 വർഷം കൂടി ഉണ്ട്. അടുത്ത ഇലക്ഷൻ കഴിയുന്നവരെ കാത്തു നിൽക്കണം. അത് കഴിഞ്ഞാൽ പോവും. പക്ഷെ CPIക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പശ്ചിമ ബംഗാളിലെ ഇതുപോലെ കൊളാറ്ററൽ ഡാമേജ് ആണ് നിങ്ങൾക്ക് കേരളത്തിൽ വരാൻ പോകുന്നത്. കാരണം CPM ചെയ്യുന്ന എല്ലാ തെറ്റുകൾക്കും ഘടകകക്ഷിയായ CPIയും ഉത്തരവാദികളാവും. പറയേണ്ട സമയത്ത് പറഞ്ഞില്ല, ഞങ്ങൾ സേഫ്റ്റി വാൽവ് പോലെ അവിടെ പ്രസ്താവന ഇറക്കി, ഇവിടെ പ്രസ്താവന ഇറക്കി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പ്രസ്താവനയല്ലല്ലോ. നിങ്ങളുടെ 4 മന്ത്രിമാരിരിക്കുന്ന മന്ത്രിസഭയിലെ DGP തീരുമാനിച്ചത്. മന്ത്രിസഭ അറിയാതെയാണോ? മന്ത്രിസഭാ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. ആ മന്ത്രിസഭാ തീരുമാനം CPM പറഞ്ഞപ്പോ, മുഖ്യമന്ത്രി പറഞ്ഞപ്പോ CPI മന്ത്രിമാർ ഉറങ്ങിപ്പോയോ? കേട്ടില്ലേ? അപ്പൊ CPIക്ക് ഇനി അഭിമാനിക്കാം. അവർക്ക് CPMന്റെ RSS ബന്ധത്തിൽ ഞങ്ങളും അതിന്റെ കൂടെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ വലിയേട്ടന്റെ കൂടെ ചെറിയേട്ടനും കുഞ്ഞേട്ടനും ഒക്കെ ഉണ്ട്. ഇവിടെ ഭരണത്തിലിരിക്കുന്ന 2 കക്ഷികൾ, പ്രത്യേകിച്ചും ജനതാദൾ S, ആ കക്ഷി ഇപ്പൊ എവിടെയാ നിൽക്കണേ? അഖിലേന്ത്യാ തലത്തിൽ കർണാടകത്തിൽ കുമാരസ്വാമി മന്ത്രിയാണ് കേന്ദ്രമന്ത്രിസഭയിൽ. എങ്ങനെ? ഇതേ പാർട്ടിയുടെ തലവൻ. ഈ പാർട്ടിയുടെ ആരാണ്? നമ്മുടെ കൃഷ്ണൻകുട്ടിയുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാവ്. അവരുടെ പാർട്ടിയുടെ പേര് തന്നെയാ, മാറ്റിയിട്ടില്ല. അഖിലേന്ത്യാ നേതാവ് കുമാരസ്വാമിയുടെ കൂടെ.
ഇവിടെ പിണറായി വിജയന്റെ കൂടെ ഒരു ഉളുപ്പും അവർക്കില്ല. CPIക്ക് ഇനി ഇത് അഭിമാനിക്കാം. CPI കൃത്യമായി അവരുടെ എല്ലാ കപടവേഷങ്ങളും ഇനി മാറ്റിവെക്കുക, CPM ലയിക്കുക. എന്നാൽ നിങ്ങൾക്ക് കൊളാട്രൽ ഡാമേജ് ഒഴിവാകും. കാരണം ഒന്നിച്ച് ഡാമേജ് ആവുമല്ലോ. ഇതിപ്പോൾ കൊളാട്രൽ ഡാമേജ് ആവും. CPIക്ക് കൊളാട്രൽ ഡാമേജ് ആണ് കേരളത്തിൽ വരാൻ പോകുന്നത്. നാണം കെട്ട് 4 മന്ത്രിസ്ഥാനത്തിനും ചെറിയ ചില സ്ഥാനങ്ങൾക്കും വേണ്ടി ഇപ്പോഴും ഇടതുമുന്നണിയിൽ നിൽക്കുന്നു. കേരളത്തിന് പുറത്ത് ഈ ഇടതുമുന്നണിയൊന്നുമില്ല. ഒരിടതു മുന്നണിയില്ല കേരളത്തിന് പുറത്ത്. കേരളത്തിന് പുറത്ത് CPI കോൺഗ്രസിന്റെ കൂടെ ഒരു വഴിക്ക് പോകും, CPM കോൺഗ്രസിന്റെ കൂടെ പോകും. എന്ന് പറഞ്ഞാൽ കേരള CPI ഇനി CPM ലയിക്കുക, അഖിലേന്ത്യാ CPI എന്തെങ്കിലും ചെയ്യട്ടെ, അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കേരള CPM ഏതാണ്ട് ഇപ്പോൾ അതുപോലെ ആയിട്ടുണ്ട്. അപ്പം ഇനി കേരള CPIയും കേരള CPM ലയിച്ച് കേരള എന്ത് പാർട്ടിയാണെന്ന് നമുക്കറിയില്ല. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും തൃശ്ശൂർ തെരഞ്ഞെടുപ്പിലും ഒക്കെ കാണിച്ചതുപോലെ BJPയുടെ ഒരു സഖ്യകക്ഷിയായിട്ട് പോയാലും വലിയ കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.